എല്ലാവർക്കും നമസ്കാരം. ഞാന് ഒരു സോഷ്യൽ മീഡിയയിൽ കുറച്ച് തൊട്ട് മുന്നേ ഒരു കാര്യം കേട്ടായിരുന്നു. അപ്പം അതിന് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഉണ്ടാവും. അത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ രേണു സുധി എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സുധി ചേട്ടന്റെ വൈഫാണ്. പുള്ളിക്കാരി ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു വെഡ്ഡിംഗ് ഷൂട്ട് ചെയ്തു. എല്ലാവരും സാധാരണ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അവര് ചെയ്തു. അപ്പം അവര് ചെയ്തു. ഫോട്ടോ ഇഷ്ടംപോലെ കിട്ടായിരുന്നു. അപ്പോ അവര് കല്യാണം കഴിഞ്ഞതാണോ? നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിച്ചതാണോ? അപ്പൊ ഒരു ഒരു ഇത് കൊടുത്താണ് എന്താ പറയാ അത് ചെയ്തത്. ഉം. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്തു. തീർച്ചയായിട്ടും അവര് കല്യാണം കഴിക്കാൻ സാധ്യത ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ. അവര് കല്യാണം കഴിച്ചില്ല. ഒരു ഫ്രീ വെഡ്ഡിംഗ് ഷൂട്ടിംഗ് ആണെന്ന് മാത്രമാണ് കേട്ടത്. അപ്പോ അത് വെഡ്ഡിംഗ് കഴിഞ്ഞതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊരു ഷൂട്ടിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കണ്ണിലൂടെ മാത്രം കാണുക. അതൊരു വെഡ്ഡിംഗ് ഷൂട്ട് ആണെങ്കിൽ ആ വെഡ്ഡിംഗ് ഷൂട്ട് ആണെന്ന തരത്തിൽ മാത്രം അത് കാണുക. ഓക്കെ. സുധിച്ചേട്ടൻ മരിച്ചത് കൊണ്ട് അഴിഞ്ഞാടി നടക്കുന്നെന്നോ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് നടക്കുന്നെന്നോ പറയാതിരിക്കില്ല. അവര് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ. അവരാരെയും തല്ലി കൊല്ലാനോ തല്ലി കൊന്നെന്നോ അല്ലെങ്കിൽ പിടിച്ചുപറിച്ചോ മോഷ്ടിച്ചിട്ടോ ഒന്നും അല്ലല്ലോ അവര് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ട്രോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ആ ഒരു അഭിപ്രായം പറയുന്ന തരത്തിൽ അവരെ കുറ്റപ്പെടുത്തിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരെ കുറ്റപ്പെടുത്തി പറയാൻ വേണ്ടിയിട്ട് ഇത്രമാത്രം എന്താണ് അതിന്റെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മള് റീസെന്റ് ആയിട്ട് പല കാര്യങ്ങളിൽ ചേരുന്നായിരുന്നാലും അവര് ചെയ്യുന്ന എല്ലാത്തിനും അവർക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മള് എന്താ പറയാ ഒരു മനുഷ്യനല്ലേ? അവര് ജീവിക്കണ്ടേ? അവരുടെ ഭാഗത്ത് ചിലപ്പോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരാം. അല്ലെങ്കിൽ ശരി വരാം, തെറ്റ് വരാം. എല്ലാവർക്കും ഇപ്പൊ നമുക്കായിരുന്നാലും നിങ്ങൾക്കായിരുന്നാലും തീർച്ചയായിട്ടും വരത്തില്ലേ? അപ്പൊ അതുപോലെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളെന്താണ് മാക്സിമം എന്താ പറയാ അതിനെ വേദനിപ്പിക്കാതിരിക്കുക. മനസ്സിലായോ? നമുക്ക് വിമർശനം തീർച്ചയായിട്ടും ആരും അതീതനൊന്നുമല്ല. ഇപ്പൊ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും. അപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ അവരെ വളരെ പറയാ ജനങ്ങളെ വിഡ്ഢിയാക്കിയെന്നും അങ്ങനത്തെ തരത്തിലുള്ളൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വിഡ്ഢികളാക്കി അവർക്ക് തോന്നി അത് അവരുടെ അഭിപ്രായമായിരിക്കും പറയുന്നത്. ഞാനത് മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പോ എനിക്കത് തോന്നിയിട്ടുള്ളത് വേറൊന്നുമല്ല. ഞാനത് കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വെഡ്ഡിംഗ് ഷൂട്ടിന് അത് വൈറലാക്കി കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും. ആ പൈസ അത് അവർക്ക് വരുമാനം കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പൊ ആരും സോഷ്യൽ മീഡിയയിൽ വരുമ്പോ ഒരു കാര്യം ചെയ്യുമ്പോ ആരെയും പറ്റിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരാള് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാള് ആരെയും പറ്റിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കാരണം ഒരുപാട് ഇന്ന് പ്രമുഖരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് പല ആപ്പുകളും പരിചയപ്പെടുത്തി ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിലും വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ലല്ലോ സംഭവം ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാൻ. മനസ്സിലായോ? അപ്പം അവരൊരു ഒരു ഷൂട്ടിംഗ് അല്ലേ ചെയ്തുള്ളൂ. അപ്പൊ നമ്മൾ ആ തരത്തിൽ കണ്ടാൽ മാത്രം മതി. അപ്പോ ഇതാണ് സംഭവം. അപ്പോ ഇതാണ് എന്റെ അഭിപ്രായം. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. ഇത് നിങ്ങളുടെ അഭിപ്രായമല്ല. ഇതെന്റെ അഭിപ്രായം മാത്രം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരിക്കാം. താങ്ക് യു സോ മച്ച്.